voice of marketing, in touch with positive people. എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജയകൃഷ്ണൻ. കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു പുതിയ പ്രോഡക്റ്റുമായിട്ട് മാർക്കറ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ആദ്യം ഫേസ് ചെയ്യേണ്ടത്, ഒരു പ്രോഡക്റ്റുമായിട്ട് മാർക്കറ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ സ്റ്റഡി ചെയ്തത് കോമ്പറ്റീറ്റർ ആരാണ് നമ്മുടെ, അതിനെക്കുറിച്ച് പഠിക്കണം, അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യണം, മാർക്കറ്റ് സർവേ നടത്തണം, മാർക്കറ്റ് റിസർച്ച് നടത്തണം എന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ നമ്മൾ ആഫ്റ്റർ സർവീസ്, കോമ്പറ്റീറ്റർ കൊടുക്കുന്ന സർവീസുകൾ, ആഫ്റ്റർ സർവീസുകൾ ഏതൊക്കെ സർവീസാണ്, അതിനേക്കാൾ ബെറ്റർ ആയിട്ടൊരു സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ നമ്മുടെ കസ്റ്റമേഴ്സിന് സാധിക്കണം. അങ്ങനെയൊക്കെ ആയിട്ട് വേണം ഒരു പുതിയ പ്രോഡക്റ്റുമായിട്ട് നിങ്ങൾ മാർക്കറ്റിനെ സമീപിക്കാൻ, മാർക്കറ്റിലേക്ക് പോകാൻ, കസ്റ്റമേഴ്സിനെ കാണാൻ. അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റൊരു വലിയ ഏരിയയാണ് പ്രൈസ്. പ്രൈസിനെ എങ്ങനെ സമീപിക്കണം, പ്രോഡക്റ്റിന്റെ പ്രൈസ് ഓർ സർവീസിന്റെ പ്രൈസ്, അത് എങ്ങനെ മാർക്കറ്റിനെ ബാധിക്കുന്നു, അതിന് എടുക്കേണ്ട നയം, അതിനെടുക്കേണ്ട പോളിസി എന്താണ്. ഒരു കമ്പനി, ഒരു ഡീലർക്കായാലും ഡിസ്ട്രിബ്യൂട്ടർക്കായാലും ഒരു പ്രൈസ് കൃത്യമായിട്ട് ഫിക്സ് ചെയ്തിരിക്കണം. ആ പ്രൈസിങ്ങിൽ ഒരു യൂണിറ്റി, ഒരു ഇക്വാലിറ്റി, ആ കാര്യത്തിൽ ഒരു നീതിബോധം നമുക്ക് വേണം. ആ നീതിബോധം എന്താണ്? ഒരു യൂണിറ്റി ഉണ്ടായിരിക്കണം. ഡീലർ ടു ഡീലർ പ്രൈസ് മാറ്റി കൊടുക്കരുത്, ഡിസ്ട്രിബ്യൂട്ടർ ടു ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് മാറ്റി കൊടുക്കരുത്. ഡിസ്കൗണ്ട് സ്ട്രക്ചർ ഒറ്റ ഡിസ്കൗണ്ട് സ്ട്രക്ചറിലായിരിക്കണം ഡീൽ ചെയ്യേണ്ടത്. അങ്ങനെ ഒറ്റ ഡിസ്കൗണ്ട് സ്ട്രക്ചറിൽ നിങ്ങളുടെ ഡീലേഴ്സിന്, നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുത്തില്ലെങ്കിൽ, ഡീലേഴ്സിന് കൊടുക്കുന്ന ഡിസ്കൗണ്ട് ആയിരിക്കില്ല ഡിസ്ട്രിബ്യൂട്ടർക്ക്. ഞാൻ പറഞ്ഞത് ഡീലേഴ്സിന്റെ കാറ്റഗറിയിൽ, ഡീലേഴ്സിന്റെ ഗ്രൂപ്പിൽ ഒറ്റ ഒരു ഡിസ്കൗണ്ട് സ്ട്രക്ചർ ആയിരിക്കണം, സെയിം ഡിസ്കൗണ്ട് സ്ട്രക്ചർ ആയിരിക്കണം അതർ ഡീലർക്കും കൊടുക്കേണ്ടത്. ഡിസ്ട്രിബ്യൂട്ടർ നെറ്റ്വർക്കിൽ സെയിം ഡിസ്കൗണ്ട് സ്ട്രക്ചർ ആയിരിക്കണം അതർ ഡിസ്ട്രിബ്യൂട്ടർക്കും കൊടുക്കേണ്ടത്. ഈ ഡീലർ നെറ്റ്വർക്കിൽ ഒരു ഡീലർക്ക് കൊടുക്കുന്ന ഡിസ്കൗണ്ടിൽ കൂടുതൽ മറ്റൊരു ഡീലർക്ക് നിങ്ങൾ കൊടുത്തു പോയാൽ അതിൽ മാർക്കറ്റിൽ അത് പ്രോബ്ലംസ് സൃഷ്ടിക്കും. എന്തൊക്കെ പ്രോബ്ലംസ് ആണ്, എന്തൊക്കെ ഇഷ്യൂകളാണ് അതുകൊണ്ട് സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം, ഒന്ന് പരിശോധിക്കാം. കൂടുതൽ ഡിസ്കൗണ്ട് കിട്ടുന്ന ഡീലർ മാർക്കറ്റിൽ കൂടുതൽ ക്യാഷ് കുറച്ച് വിൽക്കാൻ തയ്യാറാകും. അയാൾ വിൽക്കും, അയാൾക്ക് കൂടുതൽ സെയിൽ ഓണിയർ സൃഷ്ടിക്കാൻ അയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പൊ കൂടുതൽ ഡിസ്കൗണ്ട് കിട്ടുന്ന ആൾക്ക് കുറവ് ഡിസ്കൗണ്ട് കിട്ടുന്ന ആളേക്കാൾ പ്രോഡക്റ്റിന് വില കുറച്ച് വിൽക്കാൻ സാധിക്കും. കാരണം അയാൾക്ക് മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അയാൾ കൂടുതൽ ഓഫറിലും ഡിസ്കൗണ്ടിലാണ് പ്രോഡക്റ്റ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിൽ അങ്ങനെ വിൽക്കുമ്പോൾ മറ്റേ ആൾ ഇത് അറിയുകയും അയാൾ ഒരു 10 പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ നിങ്ങളുടെ ഈ പ്രോഡക്റ്റ് ചിലപ്പോൾ വെറുതെ കൊടുക്കുന്നവരും, വലിയ റേറ്റ് ഇടാതെ കൊടുക്കുന്നവരും മാർക്കറ്റ് പൊട്ടിച്ച് കളയാനുള്ള ഒരു പ്രവണത അത് കൂടും. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഒരു കാരണവശാലും ഒരു മാർക്കറ്റിൽ ഒരു യൂണിറ്റി പ്രൈസ് ആണ് കൊടുക്കാവുള്ളൂ. അങ്ങനെ കൂടുതൽ ഡിസ്കൗണ്ട് കൊടുക്കുന്ന ഒരു സാഹചര്യം, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൽ ഒരു കമ്പനിക്ക് ഇടപെടാൻ സാധിക്കണം. അപ്പോൾ കമ്പനി സ്വീകരിക്കേണ്ട നയം എന്താണ്? ഈ കാര്യത്തിൽ ഒരു മാർക്കറ്റിൽ 2 പ്രൈസ് കൊടുക്കാതിരിക്കുക, ഒരു യൂണിറ്റി പ്രൈസ് ഫിക്സ് ചെയ്യുക. ആ ഫിക്സ് ചെയ്ത റേറ്റ് നെഗോഷിയേറ്റ് ചെയ്യാതെ അതിൽ തന്നെ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിന് ആ പ്രൈസിൽ തന്നെ വിൽക്കണം എന്ന് ആ കാര്യം മോട്ടിവേറ്റ് ചെയ്യുക. അത് ശരിക്കും വിജിലൻ്റ് ആയിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഏതെങ്കിലും ഡീലർ പ്രൈസ് താഴ്ത്തി വിൽക്കുന്നുണ്ടെങ്കിൽ അത് റെക്കഗ്നൈസ് ചെയ്യാനുള്ള, അത് കണ്ടെത്താനുള്ള, അതിനു വേണ്ടിയുള്ള സിസ്റ്റം ഒക്കെ വർക്കൗട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. പക്ഷെ സാധാരണ ഒരു വളർന്നു വരുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം പ്രാക്ടിക്കലായിട്ട് നടപ്പിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. പെട്ടെന്ന് തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങളൊരു പുതിയ പ്രോഡക്റ്റ് ആയിട്ട് പോയി മാർക്കറ്റിനെ സമീപിച്ച് കുറെ സിസ്റ്റങ്ങളൊക്കെ വളരെ സഡൻ ആയിട്ട് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും 4 പ്രോഡക്റ്റ് അവിടെ വാങ്ങിച്ചു വെച്ച് അത് എങ്ങനെ വിൽക്കാൻ നമുക്ക് സാധിക്കും എന്നതിനെ കുറിച്ചിട്ടായിരിക്കും എല്ലാവർക്കും ചിന്തിക്കാൻ സാധിക്കുള്ളൂ. വലിയ സിസ്റ്റങ്ങളും വലിയ കണ്ടീഷൻസൊന്നും നമുക്ക് ആദ്യം പറയാൻ പറ്റില്ല. ഒരു പുതിയ പ്രോഡക്റ്റായിട്ട് നമ്മൾ മാർക്കറ്റിലേക്ക് വരുന്നതാണ്. അപ്പം നമ്മൾ അതിൽ കാണിക്കേണ്ട ഒരു എത്തിക്സ് എന്താണ്? ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഒരു പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രൈസിലേ ഡീലർക്ക് കൊടുക്കാവുള്ളൂ.
നിങ്ങളുടെ ഹൃദയത്തോട് അല്ലെങ്കിൽ നമ്മുടെ മനസാക്ഷിയോട് നീതി പുലർത്തിയാണ് ആ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് കൊടുക്കുന്നത്. കാരണം അത് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ്, നല്ല റോ മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങൾ, ഈ ക്വാളിറ്റി പോളിസി സ്ട്രോങ് ആയിട്ട് പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാർജിൻ നിങ്ങൾക്ക് കിട്ടാതെ അങ്ങനെ വെറുതെ കുറേ ഡീലേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുകയും ചെയ്യരുത്. അപ്പോയിന്റ് ചെയ്യുന്ന ഡീലേഴ്സ് കൃത്യമായി ആ റേറ്റിൽ തന്നെ കൊടുക്കാൻ സാധിക്കണം, കൊടുക്കണം. അങ്ങനെ കൊടുപ്പിക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ആദ്യം ഒരു 10 ഡീലറെ കണ്ടു, ആ 10 ഡീലറും നിങ്ങൾക്ക് നോ പറഞ്ഞു. പക്ഷെ 11ാമത്തെ ഡീലറെ നിങ്ങൾ കണ്ടെത്തണം. 11ാമത്തെ ഡീലർ നിങ്ങൾക്ക് നോ പറഞ്ഞു പ്രോഡക്റ്റിൽ, നിങ്ങൾ 12ാമത്തെ ഡീലറെ കണ്ടെത്തണം. ചിലപ്പോൾ 15ാമത്തെ ഡീലർ യെസ് എന്ന് പറയും. അവിടെ പ്രോഡക്റ്റ് കൊടുക്കണം നിങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ വെച്ച്. ഒരു കാരണവശാലും ലാഭമില്ലാതെ പ്രോഡക്റ്റ് വിൽക്കരുത്. അത് ഒരു മാനുഫാക്ചർ എന്ന നിലയ്ക്ക് നിങ്ങൾക്കും ലാഭം വേണം, ഒരു ഡീലർ എന്ന നിലയ്ക്ക് ഒരു ഡീലർക്കും ലാഭം വേണം. ഇൻ കേസ് ഡിസ്ട്രിബ്യൂട്ടറാണ് ആ പ്രോഡക്റ്റ് വിൽക്കുന്നതെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർക്കും ലാഭം വേണം. അതുപോലെ തന്നെ ആ ഡിസ്ട്രിബ്യൂട്ടർ കൊടുക്കുന്ന ഡീലർക്കും പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ എൻ കൺസ്യൂമറിന് നല്ല കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആ പ്രോഡക്റ്റ് കൊണ്ട് കൊടുക്കാൻ സാധിക്കണം. അവർക്ക് ഫേവറബിൾ ആയിട്ട് നല്ല സർവീസും നല്ല പ്രോഡക്റ്റും കൊടുക്കാൻ സാധിച്ചാൽ അവർ ഹാപ്പിയാവും. യൂണിറ്റി പ്രൈസിൽ ഒരു പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ ഒരു മാനുഫാക്ചറർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ, അതിന് എങ്ങനെ ഒരു യൂണിറ്റി പ്രൈസ് അല്ലാതെ പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ ഒരു മാർക്കറ്റിൽ ഒരു ഡീലർക്ക് യൂണിറ്റി പ്രൈസിലല്ലാതെ, ഇപ്പോൾ കേരളത്തിൽ വിൽക്കുകയാണെങ്കിൽ നോർത്ത് കേരളയിലും സൗത്ത് കേരളയിലും ഓരോ സെയിം പ്രൈസ് താരിഫിൽ തന്നെ വിൽക്കണം. ചില സാഹചര്യങ്ങളിൽ ഇത് ബ്രേക്ക് ചെയ്യേണ്ടി വരും ഒരു കമ്പനിക്ക്. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഒരു കമ്പനി ഒരു യൂണിറ്റി പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ബ്രേക്ക് ചെയ്യേണ്ടി വരുന്നത്? അത് ബ്രേക്ക് ചെയ്യേണ്ടി വരുന്നത് ടേൺ ഓവർ കൂട്ടുന്ന കാര്യത്തിലും ടേൺ ഓവർ കൂട്ടി വോളിയം സൃഷ്ടിക്കുന്ന കാര്യത്തിലുമായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, എന്തൊക്കെ സാഹചര്യങ്ങൾ ഇത് ബ്രേക്ക് ചെയ്തിട്ട്, അങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ മാർക്കറ്റിൽ ശ്രദ്ധിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം ഇത് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോയി വളരെ നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് നടത്തി സെയിൽ വോളിയം കൂട്ടാൻ. ഇതിനെക്കുറിച്ച് നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് സംസാരിക്കാം. ഓൾ ദ ബെസ്റ്റ്.